ഹലോ, നമ്മുടെ ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ കഴിച്ചത് പൊറോട്ടയും ബീഫുമാണ്. അപ്പം പൊറോട്ടയാണ് കഴിക്കുന്നതെങ്കിൽ ഞാൻ ഒരെണ്ണേ കഴിക്കാറുള്ളൂ എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബീഫ് എനിക്ക് അത്ര ഇഷ്ടമില്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് കഴിക്കുമല്ലോ, ഇവിടെ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് നമ്മൾ. അപ്പം ഞാൻ അത് തന്നെ കഴിച്ചെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തും കഴിക്കാവോ എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ എല്ലാം കഴിക്കുമായിരുന്നു. എല്ലാം കഴിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് കുറച്ചത്. പക്ഷെ ഞാൻ നേരത്തെ കഴിക്കുന്നതിലും ക്വാണ്ടിറ്റി നന്നായിട്ട് കുറച്ചുകൊണ്ടാണ് എല്ലാം കഴിച്ചത്. അതായത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നിർത്തിയാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വരും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഭക്ഷണ സാധനങ്ങളും കഴിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ നേരത്തെ 2-3 എണ്ണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണം അല്ലെ ഹാഫ് അങ്ങനെയൊക്കെ കഴിച്ചാണ് ഞാൻ എല്ലാം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റിൽ എല്ലാം കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. കാരണം എനിക്ക് വെയിറ്റ് ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ പോയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി. അപ്പം അതാണ് നമ്മൾ ആ ക്വസ്റ്റിനുള്ള ആൻസർ. രണ്ടാമതായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് സ്വീറ്റ് ക്രേവിങ്സ് വരുമ്പോഴത്തേന് എന്ത് ചെയ്യണമെന്നുള്ളത്. സ്വീറ്റ് ക്രേവിങ്സ് വരുമ്പോഴത്തേന് ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ ഒക്കെയാണെങ്കിൽ ഒരു ബാറൊന്നും കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം മധുരം എത്രത്തോളം കുറയ്ക്കുന്നോ അത്രത്തോളം നല്ലതാണ്. പക്ഷേ ക്രേവിങ്സ് വരുമ്പോൾ നമ്മളത് കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ അമിതമായിട്ട് കഴിച്ചു പോകും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ അങ്ങനെയാണ് പറയുന്നത്. എന്തിനോടേലും എനിക്ക് ക്രേവിങ്സ് വന്നു കഴിഞ്ഞാൽ ആ സാധനം കഴിച്ചില്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സാധനം കഴിച്ച് കൊണ്ട് തന്നെ ആ ഒരു ക്രേവിങ്സ് മാറും. അപ്പം ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതെന്ന് വെച്ചാൽ അവിയലും ബീഫും പിന്നെ വാട്ടർമെലനുമാണ്. അവിയൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഞാൻ ചോറ് കഴിക്കാറില്ല. അപ്പോൾ ചോറ് കഴിക്കേണ്ടവർക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാവുന്നതാണ്. പക്ഷേ അളവിൽ ഇച്ചിരി കുറവ് വരുത്തുക. സാധാരണ കഴിക്കുന്നതിലും അളവ് കുറച്ച് കുറയ്ക്കുക. പിന്നെ ഞാൻ രാവിലെ കഴിച്ചത് ഒരു 10 മണിക്ക് മുന്നായിട്ടാണ്, 9-10 ഇടയ്ക്കാണ് ഞാൻ കഴിക്കുന്നത് രാവിലത്തത്. ഉച്ചയ്ക്കത്തത് ഞാൻ 12:30 അല്ലെങ്കിൽ 1 മണി ഇതിനിടയ്ക്ക് കഴിക്കുവേ. അപ്പം എൻ്റെ ഒരു ടൈമിങ് ചോദിച്ചവർക്ക് വേണ്ടിയാട്ടോ ഞാനിത് പറയുന്നത്. പിന്നെ വൈകിട്ട് ഞാൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് 6 മണിക്കുള്ളിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കും. 6 മണി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ, വേറൊന്നും കഴിക്കാറില്ല. പിന്നെ അഥവാ ചില ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഇതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ പോകാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ചില ദിവസമൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. പക്ഷെ കഴിവതും 6 മണിക്ക് ശേഷം ഞാൻ കഴിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ ഫുഡൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് അതിനുള്ള ടൈം കൊടുക്കും. പിന്നെ ഞാനൊരു 8:30 ആകുമ്പോൾ കിടക്കും. പക്ഷെ ഉറങ്ങുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. കാരണം എൻ്റെ ഹസ്ബൻഡൊക്കെ വിളിക്കാനുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഉറങ്ങുന്നത്. കഴിക്കുന്നത് ഒരു 6 മണിക്ക് കഴിക്കും. പിന്നെ ഒരു 8 മണിക്ക് കിടക്കും. പിന്നെ ഫോണൊക്കെ നോക്കിക്കൊണ്ട് കിടക്കുമായിരിക്കും. അപ്പം അങ്ങനെ ഒരു പാറ്റേണിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ക്രേവിങ്സ് വരുമ്പോൾ ചോക്ലേറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ അതൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാര ഞാൻ മാക്സിമം ഒഴിവാക്കി. അതാണ് ഞാൻ മധുരം ഒഴിവാക്കി എന്ന് പറഞ്ഞത്. പഞ്ചസാര ഞാൻ ഒട്ടും തന്നെ കഴിക്കാറില്ല. പിന്നെ നമ്മുടെ ഡയറ്റിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് ഒരാൾ ചോദിച്ചായിരുന്നു. ഏറ്റവും നല്ലതാണ് വാട്ടർമെലൺ. കാരണം അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻ്റാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കൊഴുപ്പോ അങ്ങനത്തെ ഡിസ്റ്റർബൻസ് ഒന്നും നമ്മുടെ വയറിനുണ്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർമെലൺ, പപ്പായ അതൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഒരുപാട് കലോറി കൂടിയ ഫ്രൂട്ട്സ് ഉണ്ട്. ഇൻ കേസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്ട്രോബെറി, അതിനൊക്കെ കലോറീസ് കൂടുതലാണ്. പക്ഷെ ഞാൻ അതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഡയറ്റ് ടൈമിൽ അതെല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കഴിച്ചത് വാട്ടർമെലനാണ്. അത് മഞ്ഞത്തൊലിയുള്ള ആ വാട്ടർമെലനില്ലേ, അതിന് നല്ല മധുരമായിരിക്കും. പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതലാണ്, എന്നാലും മധുരം നന്നായിട്ടുണ്ടായിരിക്കും. സാധാരണ ഈ വെള്ളച്ചവ മാത്രമാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനൊരു 6 മണിക്ക് ഒരു കുഞ്ഞ് ടോബ്ലറോണും പിന്നെ ഒരു വലിയ ടോബ്ലറോണിൻ്റെ ഒരു കട്ടയും ഞാൻ കഴിച്ചു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പം ഇതിവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ളപ്പോഴത്തേന് നമുക്കത് ഓരോ തവണ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഇത് കാണുമ്പോഴത്തേന് കഴിക്കാൻ തോന്നും. അതുകൊണ്ട് ഞാനതെടുത്ത് കഴിക്കും കേട്ടോ. അത് കഴിച്ചതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വെയിറ്റ് കൂടുക അങ്ങനെയൊന്നും ചെയ്തില്ല. ഒരുപാടൊന്നും കഴിച്ചില്ല, ഇത്രയേ കഴിച്ചുള്ളൂ. ഈ 2 എണ്ണം, ഒരു കുഞ്ഞതിൻ്റെ ഒരെണ്ണവും വലുതിൻ്റെ ഒരു ബാറുമാണ് ഞാൻ കഴിച്ചത്. കഴിഞ്ഞ ദിവസവും ഞാൻ കഴിച്ചായിരുന്നു.
അതുകൊണ്ട് എനിക്ക് വെയിറ്റിൽ വലിയ വ്യത്യാസം കൂടുന്നതായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ കുറച്ച് ബൗളിൽ കുറച്ച് മിക്സ്ചറും കഴിച്ച്. എനിക്ക് വിശന്നൊന്നുമില്ല, എങ്കിലും നമുക്കൊരു ക്രേവിങ് വരുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വിശക്കുന്നില്ലെങ്കിൽ, ഞാനിപ്പം എനിക്ക് നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് കഴിക്കുന്നത്. നേരത്തെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ നോക്കാം. ഇതൊന്നും കഴിക്കാണ്ട്, ജങ്ക്സ് ഒന്നും കഴിക്കാണ്ട്, ഈ വറപൊരി ഐറ്റംസ് ഒന്നും കഴിക്കാണ്ട് തന്നെ ചെയ്യാം. പക്ഷെ ഞാനിതൊക്കെ കഴിച്ചുകൊണ്ടാണ് കുറച്ചത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിതൊക്കെ കാണിച്ചു തരുന്നത്. പിന്നെ ഞാൻ നടക്കാൻ തുടങ്ങും. നടക്കുക എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ 10,000 സ്റ്റെപ്സ് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ 40 മിനിറ്റ് അതിനുള്ളിൽ ഞാൻ നടന്നു തീർക്കും. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നന്നായിട്ട് വർക്കൗട്ട് ആയതാണ് ഈ നടപ്പ് എന്നുള്ളൊരു എക്സസൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ലോസ് എൻ്റെ ഒരു ഗോളിൽ എത്തുന്നിടം വരെ ഞാൻ ഈ നടപ്പ് നിർത്തത്തില്ല. പിന്നെ ഓരോരുത്തർ ചോദിച്ചതാണ് 1.5 മണിക്കൂർ കൊണ്ട് 10,000 സ്റ്റെപ്സ് നടക്കുമോയെന്ന്. ഞാൻ അത്യാവശ്യം സ്പീഡിലാണ് നടക്കുന്നത്. ഇനി അതുകൊണ്ടാണോ 1.5 മണിക്കൂർ കൊണ്ട് തീരുന്നത് എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എനിക്ക് 1.5 മണിക്കൂർ കൊണ്ട് തീരാറുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ 2 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളത് മസ്റ്റാണ് കേട്ടോ. അതൊരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. കാരണം നമ്മൾ ഇത്രയും ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ജലാംശം ഇല്ല നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബോഡി വീക്കാവും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഓരോ ഫോട്ടോ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ചേച്ചി മനസ്സിലാവും. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.